ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ്. എങ്ങോട്ട്? റോംലി ടു ഐ ലവ് വൈറ്റ്. അതിൽ അതിന്റെ ഇടയ്ക്ക് നമ്മള് ലോറി ചവിട്ടും, സ്റ്റോൺ അടിച്ച് ചവിട്ടും, കോൺവാൾ ചവിട്ടും. പുറകിൽ ഗായത്രി, ജോയൽ ഫ്രം സ്കോട്ട്ലൻഡ്. മലന്റെ മലബാർ ടൂറിന്റെ ഓണറും പൊന്നോമനയായ any Scotland package, call this man Joel Joseph. സെൽഫി അല്ലേ? ചേട്ടാ വൈഷ്ണവല്ലേ? അതെ, എന്നെ അറിയോ? റീൽസ് എല്ലാം കാണാറുണ്ട്. ഓ, എന്റെ റീൽസ് ഞാൻ റീൽസ് ഇടാറില്ല. പറ്റിച്ചേ. പോകുന്നത് മെർസിഡീസിന്റെ GLBയിലാണ്. നമ്മളങ്ങോട്ടാ പോകുന്നത് ജോയൽ? John Guts. സ്റ്റോൺ ഗഡ്സ് അല്ലടാ, അങ്ങനെ എന്തോ സ്റ്റോൺ ഹെഞ്ചിലേക്ക് ഗഡ്സിലേക്കാണ് അറിയാൻ. ഗായത്രി എങ്ങോട്ടാ? നീ എങ്ങോട്ടാ? ഏയ് സെവിനെ, നമ്മുടെ ഡ്രൈവർ സ്പൾബർ ആണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത്. സ്പൾബർ നമ്മളെ കൊണ്ട് സ്റ്റോൺ ഹെഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് നോക്കൂ ഗായ്സ്, എന്തോ വലിയ പുഞ്ചപ്പാടം കുട്ടനാട് പോലെ ഉണ്ട് അങ്ങ് ദൂരെ അപ്പുറത്ത്. ബെൻസിന്റെ സാരഥി ജോയൽ. നമ്മുടെ ബെൻസ് ഓടിക്കുന്നത് നമ്മുടെ ഡ്രൈവർ അറിയപ്പെടുന്നത്. നിങ്ങള് തുടരത്തിലെ ബെൻസിനെ മാത്രമല്ല കണ്ടിട്ടുള്ളൂ, സ്കോട്ട്ലൻഡിൽ നിന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടി വന്ന ബെൻസിനെ കണ്ടിട്ടില്ലല്ലോ. പുതിയ ബെൻസ് എടുത്തേ ഉള്ളൂ. അതെ, റിച്ച് മാൻ ലുക്ക് സ്കോട്ട്ലൻഡ്. പൂർ ഫെല്ലോ, റിച്ച് മാൻ, അൺലക്കി ലാഡ്, സോ സാഡ്. ദൂരെ കാണുന്ന മലയിലെ ബ്ലൂബെറി തോട്ടം നമ്മുടെ ഈ സ്പൾബറിന്റെ ആണ്. സമ്മതിച്ചേരില്ലേ? പിന്നെ ഈ കാണുന്ന ബെൻസ് അദ്ദേഹത്തിന്റെ ആണ്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരുപാട് അടുത്ത് പോയി, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് മറ്റൊരു സ്റ്റോൺ ഹെഞ്ചിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. നമ്മള് എല്ലാരും പറയുന്ന പോലെ UK അതിമനോഹരമായ റോഡാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് ലോകത്ത് എവിടെ പോയാലും റോഡൊക്കെ കണക്കാം. നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് വിശ്വസിക്കും ആൾക്കാർ കേട്ടോ, സ്റ്റോൺ ഹെഞ്ച് ആണെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇത് സ്റ്റോൺ ഹെഞ്ച് അല്ല. സ്റ്റോൺ ഹെഞ്ചിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ വഴിയോരത്ത് കണ്ട കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് കല്ലുകളാണ്. കാണുന്നതാണ് മൊട്ടക്കുന്ന്, UK മൊട്ടക്കുന്ന്. അർവിനെ, നിന്റെ വക കിട്ടിയില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പുഞ്ചപ്പാടം. കുട്ടനാട്ടിലോട്ട് പോടാ, കാണിച്ചു തരാം. പറ്റുമോ? 2 കുതിരകൾ അങ്ങ് ദൂരേന്ന് വരുന്നു. കുതിര, പുല്ലുള്ള മരുഭൂമി. ഭൂമിയല്ലടാ, ഭൂമി. ഭരണിയുടെ ഇതൊന്നും കട്ട് ചെയ്യാൻ പോലുള്ള എല്ലാം റോ ആയിട്ട് ഇടിഞ്ഞ. അപ്പൊ നിങ്ങൾക്ക് ടിൻഡാസിൽ കാണാനുള്ള ഭാഗ്യം ഇല്ല അല്ലേ?
പൈസ ഉണ്ടാക്കി അവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യമില്ലാത്തോണ്ടല്ലേ നിന്നെ കൂടെ രക്ഷപ്പെടുത്താൻ നോക്കുന്നേ. അതെ, ഒരു 5 പേര് 6 പേരെ കൊണ്ട് സെറ്റാ ദുബായ് പോയി. നമുക്ക് എല്ലാം സെറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. വൻ അടിപൊളിയാ. ദുബായ് അത്യാവശ്യം കാണാണ്ടാ, സെറ്റാണ്. ഫുഡും കാര്യങ്ങളാണെങ്കിലും കുഴപ്പമില്ല. ജെസ്കൈ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ജോയലെല്ലാം അറേഞ്ച് ചെയ്തോളൂ. അതൊക്കെ അറേഞ്ച് ചെയ്യാം. ഫുൾ ചെലവ് ജോയലിന്റെ. ചേട്ടൻ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല. ചേട്ടൻ വണ്ടി എടുത്തു. ജോയലിന്റെ അപ്പം പുതിയ വണ്ടി എടുത്തു. വടി ഒന്ന് വടിയായി വടിയായിട്ടില്ല. ഇറക്കി അങ്ങ് വിടണോ? നമുക്കേ നമുക്ക് എവിടത്തേക്ക് കുറച്ച് ക്രിപ്സ് ഒക്കെ വണ്ടി വെക്കാൻ, എന്തേലും കഴിക്കാനേ കുറയ്ക്കണ സാധനം അത് മേടിക്കണം കുറച്ച്. ചുമ്മാ അങ്ങനെ ബോറടിച്ചിരിക്കുമ്പോ ഒരു അണ്ണക്ക് കുത്തിക്കരി കൊടുത്താൽ കണ്ടിന്യൂ ഫ്ലോ ആയി പോയിക്കൊണ്ടിരിക്കും. നമ്മള് ഉലാപ്പുള് പോയപ്പോ ഓർമ്മയുണ്ടോ? ഉലാപ്പുള് പോയപ്പോ ക്രിസ്പ് നിന്ന് ഗ്യാസ് അടിച്ച്. ഞാൻ എത്ര 10 മിനിറ്റ്. ഈ റോഡ് ഇങ്ങനത്തെ റോഡായിരുന്നു. ഉണ്ടോ ഇവിടെയോ? കുറവല്ലേ? 131 ഭയങ്കര കുറവാ. സ്കോട്ട്ലൻഡ് 141, അബർഡെയിനിലൊക്കെ 135. ഞങ്ങളുടെ അവിടെ 129 ഉണ്ടായിരുന്നു. എണ്ണയാണ് നോക്കണം കേട്ടോ. എന്ത് പന്ന എണ്ണ ആയിരിക്കും തരുന്നതെന്ന് ആലോചിക്കും. നമ്മള് സ്റ്റോൺഹെഞ്ചിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിനി ഇവിടുന്ന് ഏതാണ്ട് 15 മിനിറ്റ് അരമണിക്കൂർ എന്തോ നടക്കാനുണ്ട്. നമ്മളിനി അങ്ങോട്ടേക്ക് നടക്കാൻ പോവുകയാണ്. അല്ല, ഇത് മീൻ വിൽക്കാൻ വന്നാണോ? കൂവിട്ടൊക്കെ അർവിൻ നമ്മുടെ പ്രധാന എന്നിട്ട് 30 മിനിറ്റ്സ് വോക്ക് ഉണ്ട്. 30 മിനിറ്റ്സ് ഉള്ളോ? ബാക്കി അവിടെ പോയി. ബാക്കിയില്ല, 30 മിനിറ്റ്സ് വോക്ക് ഉണ്ട്. നമ്മൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കണം. അവിടെ പോയി ടിക്കറ്റ് എടുക്കുന്നു. നടന്നു വരുന്നുണ്ട്. നമ്മള് അവിടെ ചെന്നിട്ട് കാണിക്കാം ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേലും നമ്മൾ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഈ വഴി തന്നെയാണോ? ഇതാണ് സ്റ്റോൺഹെഞ്ചിലെ ഒരു കല്ലിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ഒരു 3000 വർഷമൊക്കെ പഴക്കം ഉണ്ടാവും മിനിമം. ഇവിടെ കണ്ടപ്പോൾ നമ്മൾ കണ്ട കുറച്ച് ഹട്ടുകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇതിൻ്റെ അകത്തിൽ കയറാൻ പറ്റും. നമുക്ക് കയറി നോക്കാം. ഇതാണ് ഇതിൻ്റെ അകം. ഒരെണ്ണം കൂടെ കയറി നോക്കാം. ചെറിയ ഹട്ട്. എല്ലാരും ഉണ്ടല്ലോ. 34 പൗണ്ട് ലാഭിച്ചു തന്ന മനുഷ്യൻ. നമ്മൾ ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ മക്കളെ ബസ്സൊന്നും എടുക്കണ്ട, നടന്നു പോയാൽ ഒരു 30 മിനിറ്റ് നടന്നാൽ മതിയെന്ന്. ആ സ്റ്റോൺഹെഞ്ചിന്റെ ബാക്കിൽ നമുക്ക് പോയിട്ട് കാണാൻ പറ്റുമോ? സോ വൈ നോട്ട്? 34 പൗണ്ട്സ് നമ്മൾ ലാഭിച്ചു. 34 പെർ ഹെഡ് ആണ്. കണക്കറിയില്ല, ഞങ്ങൾ മാക്സിന് വീക്കാണ്. വളരെ വളരെ വീക്കാണ്. നമ്മൾ ഒരു മോർണിംഗ് 11 o'clock ഒരു വാക്ക്. ഒന്നുകൂടെ പറഞ്ഞേ. ആ അങ്ങനെ 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 അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, 30 മിനിറ്റ് റോഡ് സൈഡിൽ കൂടെ. അതുകൊണ്ടാണ് ബസ്സിന് 34 കൊണ്ട് മേടിച്ചിട്ട് അവർ കൊണ്ടുവന്നത്.
അതെ, കുറച്ചൊക്കെ കുറയ്ക്കാം. ഒരു 10-12 പൗണ്ടൊക്കെ ആണെങ്കിൽ രസം ഉണ്ടായിരുന്നു. 20 പൗണ്ടും കുഴപ്പമില്ല. 34 എന്നൊക്കെ പറയുമ്പോ ഏത് കണക്കാന്നോ എന്തോ. അതെ, ആ സ്പീക്കർ എടുത്തായിരുന്നെങ്കിൽ. ശരിയാ, നമ്മള് നമ്മുടെ മര്യാദ കാണിക്കണല്ലോ. ബസ് എന്താ വലതുവശത്തൂടെ വരുന്നേ? ആൾക്കാരെ കണ്ടിട്ടായിരിക്കും അല്ലേ? നിന്നെ ബസ് അടിക്ക് വേണ്ടടാ. 34 പൗണ്ട് കൊടുത്ത് ബസ് ഇരിക്കുന്നു. പിന്നെയും നിന്നൊക്കെ പോകുന്നു. നമ്മളപ്പോ സ്റ്റോൺഹെഞ്ച് കണ്ടു. സ്റ്റോൺഹെഞ്ച് കണ്ട് അതിന്റെ സന്തോഷത്തിൽ നമ്മളിപ്പോ തിരിച്ചല്ല, നമ്മൾ ഇവിടുന്ന് ഡാഡിൽഡോറിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഡാഡിൽഡോർ കാണും. നമുക്ക് സന്തോഷം കൊണ്ട് ആറാട്ടുകയാണ്. 7 അത്ഭുതമോ? ബാക്കി അത്ഭുതങ്ങൾ എവിടെ പോയി? ബാക്കി താജ്മഹൽ നാട്ടിലെ ബാക്കി 5 അപ്പൊ 8ാമത്തെ എവിടെ? അപ്പൊ 8ാമത്തെയോ? ഹിസ്റ്ററിയിൽ കുറച്ച് വീക്കാണ്. ഹിസ്റ്ററിയിലും വീക്കാണ്, മാത്സിലും വീക്കാണ്, എല്ലാത്തിലും വീക്കാണ്. നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണം. പക്ഷെ എന്താണ് ഹിസ്റ്ററി ഗ്രാജുവേറ്റ് ആയ ഒരു വ്യക്തി നമ്മളെ പുറകിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സ്റ്റോൺഹെഞ്ച് എന്താണെന്ന് പോലും അറിയില്ല. അദ്ദേഹത്തിന് ലോക അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോ ഞാനാണ് അത്ഭുതം എന്നാണ് അദ്ദേഹം പറയണത്. അവന്റെ അടുത്ത് എന്തൊക്കെ അത്ഭുതം ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോന്ന് സംശയമല്ല, അത് ഒരു സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളെ സാരഥി മന്ദം നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് അറബിയും നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും അവസരത്തില്. അതെ, സ്പൾബർ ആണ് ഇത് പറയുന്നത്. പാട്ട് അറബിനെ ആലപിക്കുക. പാട്ട് പാടാനുള്ള മൂടല്ല. എന്നാണ് പോയി ഇത് പാടിക്കൂടെ? പാട് പാട്ടിലെ പാഴ്മുള്ളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാടി തീർത്തവളെ തരുമോ? തിന്നാനോ? നമ്മള് നാട്ടിലെ സ്വിഫ്റ്റ് കണ്ടിട്ടുണ്ട്, UK സ്വിഫ്റ്റ് ആണ് മുന്നിൽ പോകുന്നത്. നാട്ടിലാണെങ്കിൽ എന്റെ റോഡാ, ഞാൻ പോയിട്ട് നീ പോയാ മതി എന്നുള്ള മൂടാവും. ഇവിടെ ആണെങ്കിൽ വണ്ടി ഓടിക്കാൻ നല്ല സമാധാനമാണ്. നമ്മളിപ്പോ നിക്കുകയാണേല് അവരെ നോക്കി നിൽക്കും, നമ്മളെ കയറ്റി വിടും. അത് നമുക്ക് താമരാക്ഷമുള്ള കഴിഞ്ഞു. നമ്മളപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? തുമ്പിയുടെ കൂട്ടുള്ള ട്രാക്ടർ വരുന്നു. ഇടിവിട്ട് സാധനം. ബോട്ടിങ് ഇവിടെ നമ്മള് കാണാനല്ലേ പോണേ? ഡാഡിൽഡോർ. നമ്മള് ഡാഡിൽഡോറിലേക്ക് നമ്മളപ്പോൾ ഓൺ ദ വേ ടു ഡാഡിൽഡോർ. എടുത്തു മാറിയ പോരെ? വെറും 2 മിനിറ്റിനും കൂടെ ഡാഡിൽഡോർ ഞങ്ങൾ ഇതാ വരുന്നു. എങ്ങോട്ട്? നമ്മളങ്ങോട്ടാ പോകുന്നത്. മുമ്പിൽ പബ്ജിയിൽ ഒരു ബഗ്ഗിയൊക്കെ പോകുന്നുണ്ട്. അതെ അതെ. Closed at 9 PM. Welcome to Dadildor. Please be on departure. ഒരു മുട്ടക്കൊന്നാണ് കാണുന്നത്. മുട്ടക്കൊന്ന് പശു മെയ്യുന്നു. ജേഴ്സി പശു ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് സ്റ്റേ ഒക്കെ ഉണ്ട്. നല്ല വ്യൂ അല്ലേ? പല മതമകളെയും കാണാം. കുറെ നേരം നമ്മളിവിടെ ഇരുന്നപ്പോഴാ ഇങ്ങനെ കയാക്കിങ് ഞാൻ തോന്നുന്നു. എടാ ഇത് കയാക്കിങ് അല്ലടാ? അല്ലല്ലോ, അല്ല സർഫിങ് അല്ലേ? ബോട്ടിങ്ങോ? ആ, ഇതൊരു സംഭവമാണ്.
പാളയിലിരുന്നിട്ട് പോണ പോലെ വെള്ളത്തിൽ കൂടെ പോണ സംഭവം അറിയാവുന്നവര് പറഞ്ഞു തന്നോ? കുഴപ്പമില്ല. നീ കളമോനെ. ആ എന്താടാ മോനെ നിനക്ക് പറ്റിയേ? എന്താ മോനെ? വെള്ളത്തിൽ ചാടണമായിരുന്നു അല്ലേ? എനിക്കും ഉണ്ട്. നമുക്കല്ലേ വണ്ടിന്ന് പോയി തുണിയൊക്കെ മാറിയിട്ടേ ചാടിയാലോ? അതൊന്നും പറ്റൂല. വണ്ടിയിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാ, എന്നിട്ട് വരാം. ഓക്കെ ശരിയാ. കോൺവോളിൽ കാണുമായിരിക്കുമല്ലോ. ആണോ? ഡോറിൽ നിന്നും വിട്ട് ഇനി നമ്മൾ നേരെ കോൺവോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കാരവൻ അല്ല, പൂളൊക്കെയുള്ള അക്കോമഡേഷനാണ്. അപ്പൊ ചെന്നിട്ട് പൂളിൽ ചാടാൻ ഞങ്ങളുടെ പ്ലാൻ. ഇനിയിപ്പോ ഒരു 3 മണിക്കൂർ കൂടെ ഉണ്ട്. 3 മണിക്കൂറുണ്ട് ഡോറിൽ നിന്ന് കോൺവോൾ വരെ. അപ്പൊ നമുക്ക് പോകുന്ന വഴിയൊക്കെ കണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാം. ഓക്കെ, നമുക്ക് കേരളത്തിലെ പോലത്തെ മഴ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കേരളത്തിനേക്കാൾ UK അടുത്ത വെള്ളപ്പൊക്കം വരാനാന്ന് തോന്നുന്നു. കൊള്ളാം. അപ്പോൾ നമ്മൾ ഇന്ന് താമസിക്കാൻ പോണ അക്കോമഡേഷനിലെത്തി. ഇതൊരു ക്യാമ്പിംഗ് സൈറ്റാണ്. കുറേ കോട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അടിപൊളി റൂം, നല്ല ലോഞ്ചും കാര്യങ്ങളും. ഇതൊരു റൂം, അടുത്ത റൂം, ഉള്ളതിൽ ഏറ്റവും നല്ല റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. നൈസ്. അതിവരെ അടിച്ചു മാറ്റി. പിന്നെ നമുക്കിനി റൂമില്ല. അതെ, കക്കൂസ് രാജ. നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. നമ്മളപ്പോ ഉറങ്ങാൻ പോവാല്ലേ? അതെ, നാളെ രാവിലെ നമ്മൾ നേരെ ഇവിടേക്കാ ചിന്തയിൽ കാസ്റ്റിലാണ്. അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട് നമുക്ക്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ നിനക്ക് എന്ത് സുഖാടാ കിട്ടിയേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാവുന്നതാണ്. ഓക്കെ, ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.